ഗ്രീസിനെ ലോകത്തിൻ്റെ ശിരസിൽ ഒരു രത്നകിരീടം പോലെ ചാർത്തിയ പോരാളി. ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച സൈനാധിപൻ. കീഴടങ്ങിയ ജനതകളോട് കരുണ കാണിച്ച കരുണാമയനായ മനുഷ്യൻ. പടയോട്ടത്തിലൂടെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം പുരാതന കാലത്ത് ഒരു വൈജ്ഞാനിക നവോത്ഥാനം സൃഷ്ടിക്കുകയായിരുന്നു ആ മഹാൻ. 32 വയസ്സുവരെ മാത്രം ജീവിച്ചിരുന്ന ഒരു അത്ഭുത മനുഷ്യൻ. ജ്ഞാനികൾക്കും പടയാളികൾക്കും ഒരുപോലെ ആവേശകരമാണ് ആ മനുഷ്യൻ്റെ ജീവിതകഥ. ചരിത്രം അദ്ദേഹത്തെ മഹാനായ അലക്സാണ്ടർ എന്ന് വിളിച്ചു. അലക്സാണ്ടർ ദി ഗ്രേറ്റ്. മാസിഡോണിയയുടെ രാജാവായ ഫിലിപ്പ് രണ്ടാമൻ്റെയും എപ്പിറസിലെ രാജാവായ നിയോ ടോളമിസിന്റെ പുത്രി ഒളിമ്പ്യാസിന്റെയും പുത്രനായി BC 356 ജൂലൈ 20 21 അലക്സാണ്ടർ മൂന്നാമൻ എന്ന അലക്സാണ്ടർ ദി ഗ്രേറ്റ് ജനിച്ചു. അലക്സാണ്ടറുടെ ജനന തീയതിയെക്കുറിച്ച് ഇന്നും തർക്കം നിലവിലുണ്ട്. അലക്സാണ്ടറുടെ ജനന സമയത്ത് അത്ഭുതകരമായ പല സംഭവങ്ങളും ഉണ്ടായെന്നാണ് ചരിത്രം. വന്യതയുടെയും വന്യമൃഗങ്ങളുടെയും നായാട്ടിൻ്റെയും ദേവതയായ ആർട്ടിമിസിന്റെ ദേവാലയം കത്തിയെരിഞ്ഞതായിരുന്നു ഇതിലൊരു സംഭവം. പുരാതന ഗ്രീക്കുകാരുടെ ഒരു പ്രധാന ദേവതയായിരുന്നു ആർട്ടിമിസ്. ആർട്ടിമിസിന്റെ ദേവാലയം കത്തി നശിക്കുക എന്നത് രാജ്യത്തെ ഗ്രസിക്കാൻ പോകുന്ന ഒരു മഹാസംഭവത്തിൻ്റെ നാന്ദിയായാണ് ജനങ്ങൾ കണ്ടത്. ഭാവി പ്രവചിക്കുന്ന ഗണകന്മാർ ഈ സമയം കൊട്ടാരത്തിലെത്തി. ശിശുവിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനം നടത്തി. ഈ കുഞ്ഞ് മഹത്തായ ഒരു ഭാഗധേയത്തിൻ്റെ ഉടമയാണെന്നതിന് തെളിവാണ് ജനന സമയത്തുണ്ടായ സംഭവമെന്ന് അവർ പറഞ്ഞു. ഗണകന്മാരുടെ വാക്കുകൾ കേട്ട ഫിലിപ്പ് രാജാവിന് ഒരേ സമയം ആഹ്ലാദവും ആകുലതയുമുണ്ടായി. അലക്സാണ്ടറുടെ ജനന സമയത്തുണ്ടായ അത്ഭുത സംഭവങ്ങളെക്കുറിച്ച് കഥകൾ നാട്ടിൽ പ്രചരിച്ചു കൊണ്ടിരുന്നു. ജനന സമയത്തു തന്നെ ലോകത്തെ തൻ്റെ വരവ് അറിയിച്ചിരുന്നു അലക്സാണ്ടർ. ഇനി ലോകം മുഴുവൻ തൻ്റെയും മാസിഡോണിയയുടെയും കീർത്തി പരക്കുന്ന ദിനങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് ഫിലിപ്പ് വിശ്വസിച്ചു. ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളിലെ പ്രഭുകുമാരന്മാരുടെ ബാല്യവും കൗമാരവുമെല്ലാം സൈനിക ചിട്ടയിൽ കേന്ദ്രീകൃതമായിരുന്നു. മക്കളെ മികച്ച പടയാളികളായി വാർത്താനാണ് മാതാപിതാക്കൾ ശ്രമിച്ചത്. തൻ്റെ മകൻ ദിവ്യാംശമുള്ള ഒരു ശിശുവാണെന്ന വിശ്വാസം ഒളിമ്പ്യാസിനുണ്ടായിരുന്നു. അതിമഹാനാണ് തൻ്റെ പുത്രൻ എന്ന ചിന്തയിലായിരുന്നു ഒളിമ്പ്യാസ് എപ്പോഴും. ഭർത്താവായ ഫിലിപ്പിനേക്കാൾ വലിയവനാണ് തൻ്റെ പുത്രൻ എന്ന വിശ്വാസം ഒളിമ്പ്യാസിൻ്റെ മനസ്സിൽ വേരുറച്ചു. ഒളിമ്പ്യാസിൻ്റെ ബന്ധുവായ ലിയോണിദാസിൻ്റെ കർക്കശമായ ശിക്ഷണവും അലക്സാണ്ടർക്ക് ബാല്യത്തിൽ ലഭിച്ചു. മാസിഡോണിയയിലെ ഉന്നത കുലത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം പ്രധാനമായും വായന, സംഗീതം, കുതിരയോട്ടം, യുദ്ധപരിശീലനം, വേട്ടയാടൽ എന്നിവയൊക്കെയായിരുന്നു. ഇത്തരം വിദ്യകളെല്ലാം ബാലനായ അലക്സാണ്ടറും അഭ്യസിച്ചു. അലക്സാണ്ടർക്ക് 10 വയസ്സുള്ളപ്പോൾ തെസാലിൽ നിന്നും വന്ന ഒരു കുതിര കച്ചവടക്കാരൻ ഫിലിപ്പ് രാജാവിന് ഒരു കുതിരയെ നൽകി. പല പ്രത്യേകതകളുമുള്ള കുതിരയാണ് ഇതെന്നും കച്ചവടക്കാരൻ പറഞ്ഞു. പക്ഷേ ഒരു പ്രശ്നം, കുതിര ആർക്കും വഴങ്ങുന്നില്ല. ഫിലിപ്പ് രാജാവിൻ്റെ സൈന്യത്തിലെ പരിചയസമ്പന്നരായ സൈനികർ ശ്രമിച്ചു നോക്കി. എല്ലാവരും പരാജയപ്പെട്ടു. ഒടുവിൽ ഫിലിപ്പ് രാജാവ് തന്നെ മുന്നോട്ട് വന്നു. കുതിരയുടെ നിഷേധഭാവവും മുഷ്കും കണ്ട് അദ്ദേഹം പിന്മാറി. അപ്പോഴാണ്
തനിക്കൊരു അവസരം നൽകണമെന്ന് അലക്സാണ്ടർ പിതാവിനോട് പറഞ്ഞത്. ഫിലിപ്പ് രാജാവ് മകനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ ഉറച്ച തീരുമാനത്തിലായിരുന്നു. ആൾക്കൂട്ടം നോക്കി നിൽക്കെ അലക്സാണ്ടർ കുതിരയെ സമീപിച്ചു. തൊട്ടും തലോടിയും അതിനെ പ്രീണിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ആദ്യം കുറുമ്പുകാട്ടിയ കുതിര സാവധാനം അലക്സാണ്ടർക്ക് വഴങ്ങിത്തുടങ്ങി. ഒരു നിമിഷം മിന്നൽ വേഗത്തിൽ അലക്സാണ്ടർ കുതിരപ്പുറത്തേക്ക് കയറി. അവനെയും പുറത്തേറ്റി കുതിര കുതിച്ചു പാഞ്ഞു. ജനം സ്തബ്ധരായി നോക്കി നിന്നു. കുതിര അലക്സാണ്ടറെയും കൊണ്ട് കുറെ ദൂരം ഓടി. മലം ചെരുവിലൂടെ പുൽമേടുകളിലൂടെ കാത്തുനിന്ന ജനക്കൂട്ടം കണ്ടത് സൗമ്യഭാവത്തിൽ ഓടിവരുന്ന കുതിരയെയാണ്. അതിൻ്റെ പുറത്തിരിക്കുന്ന വിജയിയായ അലക്സാണ്ടറെയും. മകൻ്റെ ബുദ്ധിയും വിവേകവും അവസരോചിതമായ പെരുമാറ്റവും ഫിലിപ്പിനെ ആഹ്ലാദിപ്പിച്ചു. വടിവത്ത രൂപമായിരുന്നു കുതിരയ്ക്ക്. അതിനെ അലക്സാണ്ടർ ബ്യൂസിഫാലക്സ് എന്ന് വിളിച്ചു. കാളത്തലയൻ എന്നാണ് ബ്യൂസിഫാലസ് എന്ന വാക്കിനർത്ഥം. അലക്സാണ്ടറുടെ സംസാരം പോലും കുതിരയ്ക്ക് മനസ്സിലാകുന്നത് പോലെ കാഴ്ചക്കാർക്ക് തോന്നി. ആ കുതിരയുമായി ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന ഒരു ബന്ധം അലക്സാണ്ടർ ആരംഭിക്കുകയായിരുന്നു. നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം മകന് നൽകണം എന്ന ചിന്തയായിരുന്നു ഫിലിപ്പിന്. ജന്മനാ തന്നെ അസാധാരണത്വമുള്ള മകന് ഉയർന്ന വിദ്യാഭ്യാസം കൂടി ലഭിച്ചാൽ അവൻ്റെ വ്യക്തിപ്രഭാവം വീണ്ടും വർദ്ധിക്കും. ഫിലിപ്പ് മകനു വേണ്ടി ഒരു ഗുരുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണം ഒടുവിൽ ചെന്നെത്തിയത് ഒരു മഹാമനീഷിയിലാണ്, അരിസ്റ്റോട്ടിൽ. തൻ്റെ മരണശേഷം മാസിഡോണിയയുടെ കീർത്തി വിദൂര ദേശങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ അറിവും ജ്ഞാനവും മകന് ലഭിക്കാൻ അരിസ്റ്റോട്ടിലിനേക്കാൾ വലിയ ഒരു ഗുരുവില്ല. മകനെ അരിസ്റ്റോട്ടിലിനെ ഏൽപ്പിക്കാൻ ഫിലിപ്പ് തീരുമാനിച്ചു. മാസിഡോണിയയിലെ മീസായിലുള്ള നിംഫിൻ്റെ ദേവാലയമാണ് ഫിലിപ്പ് രാജാവ് മകനെ പഠിപ്പിക്കാനുള്ള പാഠശാലയായി അരിസ്റ്റോട്ടിലിന് നൽകിയത്. ഹോമറിൻ്റെ കവിതകൾ മകനെ പഠിപ്പിക്കണമെന്ന് ഫിലിപ്പ് അരിസ്റ്റോട്ടിലിനോട് പ്രത്യേകം പറഞ്ഞു. ആദ്യം തന്നെ അരിസ്റ്റോട്ടിൽ ഹോമർ രചിച്ച ഇലിയഡിൻ്റെ ഒരു പ്രതി അലക്സാണ്ടർക്ക് നൽകി. 13 വയസ്സുകാരനായ അലക്സാണ്ടർ ഇലിയഡ് വായിച്ചു. യുദ്ധകലയെക്കുറിച്ചുള്ള ഒരു കൈപ്പുസ്തകമാണതെന്ന് അലക്സാണ്ടർക്ക് തോന്നി. ഇനി അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിന് വഴി കാണിക്കാൻ ഇലിയഡിന് കഴിയും. ഹോമർ വരച്ചിട്ട ട്രോയ് യുദ്ധത്തിൽ പങ്കെടുത്ത ധീരയായ പടയാളികളുടെ പോരാട്ട വീര്യം അലക്സാണ്ടറെ കൂടുതൽ ആകർഷിച്ചു. മീസ അലക്സാണ്ടർക്ക് ഒരു ബോർഡിംഗ് സ്കൂൾ പോലെയായിരുന്നു. അവിടെ അവന് പല കൂട്ടുകാരെ കിട്ടി. ടോളമി, ഹെഫേബിഷ്യൻ എന്നിങ്ങനെ പലർ. പിൽക്കാലത്ത് അലക്സാണ്ടറുടെ വിശ്വസ്തരാകാനുള്ളവരാണ് ഇവരെല്ലാം. എന്തും പെട്ടെന്ന് പഠിക്കാൻ അലക്സാണ്ടർ തിടുക്കം കാണിച്ചു. സാഹിത്യത്തോടാണ് വലിയ താൽപ്പര്യം. ധീരന്മാരുടെ ജീവിതം വർണ്ണിക്കുന്ന സാഹിത്യ രചനകൾ അലക്സാണ്ടറെ ആവേശം കൊള്ളിച്ചു. മകൻ്റെ ഈ ഒരു താൽപ്പര്യം ഫിലിപ്പിനും ഇഷ്ടപ്പെട്ടു. ഗുരുവായ അരിസ്റ്റോട്ടിലിൻ്റെ അറിവും ജ്ഞാനവും അലക്സാണ്ടറെ വല്ലാതെ ആകർഷിച്ചു. ഗുരുവിന് താൽപ്പര്യമില്ലാത്ത ഒന്നും അലക്സാണ്ടർ കണ്ടില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വിഷയവും തനിക്ക് അന്യമല്ലെന്ന് അരിസ്റ്റോട്ടിൽ തൻ്റെ ഓരോ ചലനത്തിലൂടെയും ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ചു. അറിവിൻ്റെ ലോകം പിടിച്ചടക്കണമെന്ന ചിന്ത അലക്സാണ്ടറുടെ ഉള്ളിൽ തുടിച്ചുണർന്നു. പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിയും വ്യക്തിപ്രഭാവവും അലക്സാണ്ടറിൽ അരിസ്റ്റോട്ടിൽ ദർശിച്ചു. തൻ്റെ മുന്നിലിരിക്കുന്നത് ഒരു ബാലനാണെന്ന കാര്യം തന്നെ അരിസ്റ്റോട്ടിൽ പലപ്പോഴും മറന്നു. അസാധാരണമായ ഒരു ഊർജ്ജ പ്രവാഹം അലക്സാണ്ടറുടെ ചലനങ്ങളിൽ ആ ഗുരു കണ്ടു.
താൻ വലിയ ഒരു രാജാവാകുമെന്ന് ബാല്യകാലം തൊട്ടേ അലക്സാണ്ടർ വിശ്വസിച്ചു. അരിസ്റ്റോട്ടലിൻ്റെ കീഴിൽ പഠനം നടത്തിയിരുന്ന സമയത്തെല്ലാം അലക്സാണ്ടർ തൻ്റെ ഗുരുവിൻ്റെ നാമം ലോകം മുഴുവൻ എത്തിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. ആരും ഇമവറ്റാതെ നോക്കി നിൽക്കുന്ന തരത്തിലുള്ള സൗന്ദര്യവും വശ്യതയും നിറഞ്ഞ ഒരു യുവാവായി അലക്സാണ്ടർ മാറാൻ തുടങ്ങുകയായിരുന്നു. ബാല്യം പിന്നിട്ടതോടെ കരുത്തും സൗന്ദര്യവും വർദ്ധിച്ചു. നോക്കി നിൽക്കുന്നവർക്ക് പോലും ആത്മവിശ്വാസം പകരാൻ അലക്സാണ്ടറുടെ ശരീരചലനങ്ങൾക്ക് പോലും കഴിയുമായിരുന്നു. എന്നാൽ അസാമാന്യമായ കരുത്തുള്ള ശരീരമായിരുന്നില്ല അലക്സാണ്ടറുടേത്. ഇടത്തരം ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെളുത്ത ശരീരത്തിൽ എപ്പോഴും ഒരു ഇളം ചുവപ്പ് നിറം തുടിച്ചു നിന്നു. മഞ്ഞ നിറമായിരുന്നു തലമുടിക്ക്. അല്പം ചുരുണ്ട തലമുടി മുഖത്തെ കൂടുതൽ ആകർഷകമാക്കി. കഴുകന്റെ കൊക്കുപോലെ വളഞ്ഞ നാസികയും പ്രത്യേകതയുള്ള കണ്ണുകളുമായിരുന്നു അലക്സാണ്ടർക്ക്. കണ്ണുകൾ രണ്ടും രണ്ട് തരത്തിലായിരുന്നു. വലത് കണ്ണിന് തിളങ്ങുന്ന കറുപ്പ് നിറവും ഇടത് കണ്ണിന് പ്രകാശം പൊഴിക്കുന്ന നീല നിറവും. കാഴ്ചക്കാരിൽ അത്ഭുതം നിറയ്ക്കുന്ന പ്രത്യേകതകൾ. വ്യായാമം ചെയ്ത് ഉറച്ച ശരീരമായതുകൊണ്ട് അതിവേഗത്തിൽ ഓടാൻ അലക്സാണ്ടർക്ക് കഴിയും. അതിവേഗത്തിലാണ് അലക്സാണ്ടർ നടക്കുക. കൂടെയുള്ളവർ പലപ്പോഴും ഒപ്പമെത്താൻ പ്രയാസപ്പെട്ടു. തുളച്ചുകയറുന്ന ബുദ്ധി അലക്സാണ്ടറുടെ നോട്ടത്തിൽ തന്നെ പ്രകടമായിരുന്നു. കൂട്ടുകാരും അനുയായികളുമെല്ലാം അലക്സാണ്ടറുടെ സ്വാധീന വലയത്തിൽ അകപ്പെട്ടു. അത്രമാത്രം മാസ്മരികമായിരുന്നു അലക്സാണ്ടറുടെ വ്യക്തിപ്രഭാവം. ജൈത്രയാത്ര തുടരുകയായിരുന്നു. തൻ്റെ പിതാവ് എപ്പോഴും യുദ്ധരംഗത്താണെന്നുള്ള ചിന്ത അലക്സാണ്ടർക്ക് പലപ്പോഴും ഏകാഗ്രയുടെ അനുഭവം നൽകി. 16-ാം വയസ്സിൽ അരിസ്റ്റോട്ടലിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസം അലക്സാണ്ടർ അവസാനിപ്പിച്ചു. ഈ സമയത്ത് ഫിലിപ്പ് വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങി. പുരാതന ഗ്രീസിൻ്റെ കോളനിയായിരുന്ന ബൈസാന്റിയത്തിനെതിരായിരുന്നു ഈ പടയൊരുക്കം. തൻ്റെ ശക്തി ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഫിലിപ്പ്. ബൈസാന്റിയം ആക്രമിക്കാൻ പോകുന്നതിന് മുമ്പ് ഫിലിപ്പ് അലക്സാണ്ടറെ മാസിഡോണിയയുടെ താൽക്കാലിക ഭരണാധികാരി അഥവാ റീജന്റായി നിയമിച്ചിരുന്നു. 16 വയസ്സാണ് അലക്സാണ്ടർക്ക്. പിതാവിൻ്റെ അസാന്നിധ്യത്തിൽ അലക്സാണ്ടർ മാസിഡോണിയയെ കരുത്തോടെ നയിച്ചു. തൻ്റെ ബുദ്ധിയും ധൈര്യവും പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒത്തുവന്നിരിക്കുന്നതെന്ന് അലക്സാണ്ടർക്ക് തോന്നി. അതിനു പറ്റിയ ഒരു സാഹചര്യവും ഉടനെ വന്നു ചേർന്നു. മാസിഡോണിയയുടെ സഖ്യരാജ്യങ്ങളിലൊന്നായ ത്രേസിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. അലക്സാണ്ടർ ഉടൻ സൈന്യവുമായി അങ്ങോട്ട് പുറപ്പെട്ടു. ലഹളക്കാരുമായി അലക്സാണ്ടറുടെ സൈന്യം ഏറ്റുമുട്ടി. ലഹളക്കാരെ അടിച്ചമർത്തി ആ പ്രദേശത്തിന് അലക്സാണ്ടർ ട്രോപോളിസ് എന്ന് പേരിടുകയും ചെയ്തു. അലക്സാണ്ടറുടെ പേര് ലഭിച്ച ആദ്യ പ്രദേശം. തൻ്റെ മകൻ പട നയിച്ച വിവരമറിഞ്ഞ ഫിലിപ്പിന് വലിയ ചാരിതാർത്ഥ്യം തോന്നി, ഒപ്പം ഭയവും. കുട്ടിയായ അലക്സാണ്ടർ ഇങ്ങനെ സാഹസികതയ്ക്ക് മുതിരുന്നത് അവൻ്റെ ജീവന് തന്നെ ആപത്ത് വരുത്തുകയില്ലേ എന്നാണ് പിതാവിൻ്റെ ഭയം. എന്നാൽ ജനങ്ങൾ ചിന്തിച്ചത് മറ്റൊന്നാണ്. അവൻ ദേവാദിദേവനായ സിയൂസിൻ്റെ പുത്രനാണ്, ഇതിലും വലിയ അത്ഭുതം പ്രവർത്തിക്കാൻ അവനാകും എന്ന് ആളുകൾ പറഞ്ഞു. അലക്സാണ്ടർ സിയൂസ് ദേവന്റെ പുത്രനാണെന്ന ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ അലക്സാണ്ടറുടെ മാതാവ് ഒളിമ്പിയാസ് താൽപ്പര്യം കാണിക്കുകയും ചെയ്തു. തൻ്റെ പുത്രൻ്റേത് ഒരു ദിവ്യജനനമാണെന്ന് വിശ്വസിക്കാനായിരുന്നു ഒളിമ്പിയാസിനും താൽപ്പര്യം. ഹോമറിൻ്റെ കഥാപാത്രങ്ങൾ സ്വപ്നങ്ങളിലും അലക്സാണ്ടറെ തേടി വന്നു. ട്രോജൻ യുദ്ധം നയിച്ച ഗംഭീരന്മാരായ പടനായകന്മാർ അലക്സാണ്ടർക്ക് ജീവനുള്ള മനുഷ്യരായിരുന്നു.
ഹോമറുടെ കഥാപാത്രങ്ങളായിരുന്നില്ല. പട്ടാള പരിശീലനം നടത്തുമ്പോഴും ഹോമറുടെ കഥാപാത്രങ്ങളിൽ ഒരുവനാണ് താൻ എന്ന ബോധമാണ് അലക്സാണ്ടർക്കുണ്ടായിരുന്നത്. മകൻ ഇങ്ങനെ ഇതിഹാസ കഥാപാത്രങ്ങളുമായി ആത്മഐക്യം സ്ഥാപിച്ച് ജീവിക്കുമ്പോൾ അമ്മ ഒളിമ്പിയാസ് തൻ്റെ മകനെ എങ്ങനെ രാജാവാക്കാൻ കഴിയും എന്ന ചിന്തയിലായിരുന്നു. ഫിലിപ്പിൻ്റെ ഭാര്യമാർ തമ്മിൽ കലഹം പതിവായിരുന്നു. പുറം ലോകമറിയാത്ത ശീതസമരം. മകൻ തൻ്റെ പേരിൽ ഒരു ദേശം സ്ഥാപിച്ചതോടെ ഒളിമ്പിയാസിൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. മുൻകോപക്കാരിയും അസൂയാലുവുമായ ഒളിമ്പിയാസ് അച്ഛനെതിരെ പൊരുതാൻ പോലും മകനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതിനൊരു കാരണം ഫിലിപ്പിൻ്റെ തുടർച്ചയായ വിവാഹങ്ങളായിരുന്നു. ഇങ്ങനെ പോയാൽ തൻ്റെ മകൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന ഭീതി ഒളിമ്പിയാസിനെ ക്ഷുഭിതയാക്കി. എന്നാൽ ഫിലിപ്പിന് മകൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. വിശ്രമത്തിന് ഇടം കൊടുക്കാതെ ഫിലിപ്പ് പടയോട്ടം തുടർന്നുകൊണ്ടിരുന്നു. തൻ്റെ സാമ്രാജ്യം വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കൊട്ടാരത്തിൽ തനിക്കെതിരെ നടക്കുന്ന ഉപചാപങ്ങളെക്കുറിച്ച് ഫിലിപ്പ് വേണ്ടത്ര ബോധവാനായിരുന്നില്ല. ആ ഉപചാപങ്ങളാകട്ടെ ഒരു കൊലപാതകത്തിനുള്ള വഴിമരുന്നായി. BC 336 ഒക്ടോബർ മാസത്തിൽ ഫിലിപ്പ് കൊല്ലപ്പെട്ടു. 7 അംഗരക്ഷകന്മാരിൽ ഒരാളായ പോസാനിയാസ് ഫിലിപ്പിനെ കുത്തിക്കൊല്ലുകയായിരുന്നു. വധത്തിനു ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പോസാനിയാസിനെ ഫിലിപ്പിൻ്റെ അംഗരക്ഷകന്മാർ പിടികൂടി വധിച്ചു. പിതാവിൻ്റെ മരണശേഷം അലക്സാണ്ടർ മാസഡോണിയയിലെ രാജാവായി അവരോധിക്കപ്പെട്ടു. ഫിലിപ്പിൻ്റെ ഏറ്റവും അടുത്ത അനുയായികളിൽ പലർക്കും അലക്സാണ്ടറെ രാജാവായി അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു. കൗമാരപ്രായക്കാരനായ ഒരുവനെ എങ്ങനെ രാജാവായി അംഗീകരിക്കും? അലക്സാണ്ടർക്കാണെങ്കിൽ വേണ്ടത്ര യുദ്ധപരിചയമില്ല. മാത്രമല്ല, ഫിലിപ്പിൻ്റെ വധത്തിന് പിന്നിൽ അലക്സാണ്ടറുടെ മാതാവ് ഒളിമ്പിയാസാണെന്ന വിശ്വാസം ഫിലിപ്പിൻ്റെ പല അനുയായികൾക്കുമുണ്ട്. മകൻ അലക്സാണ്ടറെ പെട്ടെന്ന് രാജാവാക്കാൻ ഒളിമ്പിയാസ് ഭർത്താവായ ഫിലിപ്പിനെ വകവരുത്താൻ കൂട്ടുനിന്നു എന്ന് ഫിലിപ്പിൻ്റെ അനുയായികൾ ബലമായി വിശ്വസിച്ചു. എന്നാൽ ഈ സംശയത്തിന് തെളിവുകളൊന്നും ലഭിച്ചതുമില്ല. ഫിലിപ്പിൻ്റെ ഗ്രീക്ക് സഖ്യകക്ഷികൾ ഒടുവിൽ അലക്സാണ്ടറെ രാജാവായി അംഗീകരിച്ചു. ഫിലിപ്പ് മരിച്ചതോടെ ഗ്രീസിലെ ചില രാജ്യങ്ങൾ സ്വതന്ത്രരാവാൻ ഒരു ശ്രമം നടത്തി. എന്നാൽ ഫിലിപ്പിനേക്കാൾ ശക്തനാണ് 18കാരനായ മകനെന്ന് അലക്സാണ്ടർ അവർക്ക് തെളിയിച്ചു കൊടുത്തു. ഗ്രീസിൻ്റെ എന്നത്തെയും പ്രധാന ശത്രുവാണ് പേർഷ്യ. BC 500 മുതൽ പേർഷ്യ ഗ്രീസുമായി തുടർച്ചയായ യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കുകയായിരുന്നു ഫിലിപ്പിൻ്റെ ലക്ഷ്യം. അതു നേടാൻ ഫിലിപ്പിന് കഴിഞ്ഞില്ല. പിതാവിൻ്റെ മരണശേഷം അലക്സാണ്ടർ ആ ലക്ഷ്യം നേടിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. അലക്സാണ്ടർ പേർഷ്യൻ സാമ്രാജ്യവുമായി യുദ്ധം ചെയ്യാൻ ഉറച്ചു. പേർഷ്യയെക്കുറിച്ച് അലക്സാണ്ടർ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് കടക്കാൻ നയിക്കുന്ന പ്രധാന പാതകൾ, അവിടേക്കുള്ള എളുപ്പ വഴികൾ എന്നിവയെല്ലാം ഇപ്പോൾ മനഃപാഠമാണ്. അടുത്തത് പടനീക്കമാണ്. 30,000 കാലാളുകളും 400 കുതിരപ്പടയാളികളും ഉൾപ്പെടുന്ന താരതമ്യേന ചെറിയൊരു സൈന്യമാണ് അലക്സാണ്ടർക്കുണ്ടായിരുന്നത്. ഈ സമയം അതിവിപുലമായ ഒരു സൈന്യവുമായി അലക്സാണ്ടറുടെ വരവ് കാത്തിരിക്കുകയാണ് പേർഷ്യൻ ചക്രവർത്തിയായ ദാരിയസ്. ഒരു ചെറുക്കൻ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് അതിക്രമിച്ചു കടക്കാൻ പുറപ്പെട്ടു വരുന്നത് ദാരിയസിനെ രസിപ്പിച്ചു. അലക്സാണ്ടറെ ഗൗരവത്തിലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് ദാരിയസിൻ്റെ അഭിപ്രായം. പേർഷ്യയുടെ പ്രദേശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ അലക്സാണ്ടറെ തുരത്തുക എന്നതായിരുന്നു പേർഷ്യൻ സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം.
അങ്ങനെയായാൽ അലക്സാണ്ടറുടെ കാലാൾപ്പടയ്ക്ക് യുദ്ധം ചെയ്യാൻ അവസരം ലഭിക്കില്ല. വെറും സംബോധന ചെയ്തു. അലക്സാണ്ടറുടെ ഓരോ വാക്കും പടയാളികളിൽ ആവേശം നിറച്ചു. യുദ്ധം ആരംഭിച്ചു. തുടക്കത്തിൽ തന്നെ അനേകം പേർഷ്യൻ സൈനികർ കുന്തമുനയിൽ പിടഞ്ഞു മരിച്ചു. ഫിലിപ്പ് രണ്ടാമൻ രൂപം കൊടുത്ത മാക്കേണ്ട ഒരു ശത്രുവായി പോലും ദാരിയസ് കണക്കാക്കിയിരുന്നില്ല. എന്നാൽ യുദ്ധക്കളത്തിൽ അലക്സാണ്ടർ പേർഷ്യൻ സൈന്യത്തെ നിലം പരിശാക്കിയത് കണ്ട് അടുത്ത തീരുമാനവും യുദ്ധതന്ത്രങ്ങളും അസാമാന്യ ധൈര്യവും അലക്സാണ്ടറെ വിജയത്തിലേക്ക് നയിച്ചു. യുദ്ധത്തിൽ അലക്സാണ്ടറുടെ സൈന്യത്തിലെ 400ഓളം പടയാളികൾ കൊല്ലപ്പെട്ടു. പേർഷ്യൻ സേനയിലെ 1000 കുതിരപ്പടയാളികളും 3000 കാലാൾ പടയാളികളും മരിച്ചു വീണു. കീഴടങ്ങിയ ജനതയെ കാരുണ്യത്തോടെയാണ് അലക്സാണ്ടർ കണ്ടത്. പേർഷ്യക്കാർ തൻ്റെ പ്രജകളാണെന്നും അവരുടെ ക്ഷേമത്തിന് താൻ പ്രാധാന്യം നൽകുമെന്നും അലക്സാണ്ടർ പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. പേർഷ്യ കീഴടങ്ങിയതോടെ പേർഷ്യയുടെ ആധിപത്യത്തിൽ അമർന്നിരുന്ന ചെറു രാജ്യങ്ങൾ ആഹ്ലാദിച്ചു. വേണ്ടി ചെറു പട്ടണങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പേർഷ്യൻ സാമ്രാജ്യത്തിലുടനീളം അലക്സാണ്ടർ സഞ്ചരിച്ചു. പേർഷ്യ പിടിച്ചടക്കിയ അലക്സാണ്ടർ ഗ്രീസും പേർഷ്യയും തമ്മിലുള്ള സൗഹൃദം ഉറപ്പാക്കുന്നതിന് ഒരു സമൂഹ വിവാഹം നടത്തി. അലക്സാണ്ടറുടെ 100ഓളം പടയാളികൾ പേർഷ്യൻ യുവതികളെ വിവാഹം ചെയ്തു. പേർഷ്യൻ ചക്രവർത്തി ദാരിയസിന്റെ മകൾ സ്റ്റാറ്റീറയെ അലക്സാണ്ടർ തന്റെ ഭാര്യയാക്കി. പേർഷ്യൻ ആചാരപ്രകാരമാണ് വിവാഹം നടന്നത്. ദാരിയസിന്റെ മൂത്ത പുത്രിയാണ് സ്റ്റാറ്റീറ. അവളെ അലക്സാണ്ടർ വധുവാക്കിയതിൽ പേർഷ്യക്കാർ ആഹ്ലാദിച്ചു. ഫിലിപ്പ് രാജാവ് ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ അലക്സാണ്ടർ ബാക്ട്രിയൻ പ്രഭുകുമാരി റൊക്സാനയെ വിവാഹം കഴിച്ചിരുന്നു. ഗ്രീക്ക് സംസ്കാരം പേർഷ്യയ്ക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കാതെ അവരുടെ സംസ്കാരത്തെ വിലമതിക്കാനാണ് അലക്സാണ്ടർ ശ്രമിച്ചത്. പേർഷ്യൻ ജനതയെ അടിച്ചമർത്തി ഭരിക്കാൻ അലക്സാണ്ടർ ശ്രമിച്ചതുമില്ല. ഈജിപ്റ്റ് ലക്ഷ്യമാക്കി അലക്സാണ്ടർ പടയോട്ടം തുടരുകയാണ്. ഏതാനും നാൾ മുൻപ് യുദ്ധരംഗത്ത് നിന്നുമേറ്റ മുറിവ് വ്രണമായതൊന്നും വകവയ്ക്കാതെയാണ് പടയോട്ടം. പേർഷ്യൻ സാമ്രാജ്യം പിടിയിൽ ഒതുങ്ങിയതോടെ അലക്സാണ്ടർ കുറച്ചു കാലമായി പേർഷ്യക്കാരെ പോലെയാണ് വസ്ത്രം ധരിക്കുന്നത്. പേർഷ്യക്കാരിൽ ഒരാളെന്നതുപോലെ പെരുമാറി. ഈജിപ്തിൽ സൈന്യസമേതമെത്തിയ അലക്സാണ്ടറെ ഈജിപ്തുകാർ ആഘോഷത്തോടെ സ്വീകരിച്ചു. ഈജിപ്റ്റ് ഭരിക്കാൻ വന്ന മാസഡോണിയൻ ഫറോവ ആണ് 24കാരനായ അലക്സാണ്ടർ എന്ന് അവർ വിശ്വസിച്ചു. ഈജിപ്തുകാരുടെ ദൈവമായ ആമൺ ദേവന്റെ പുത്രനാണ് അലക്സാണ്ടർ എന്നുവരെ ഈജിപ്തുകാർ പരസ്പരം പറഞ്ഞു. 6 മാസം ഈജിപ്തിൽ താമസിച്ച അലക്സാണ്ടർ അവിടെ അലക്സാണ്ട്രിയ എന്ന ഒരു നഗരം സ്ഥാപിച്ചു. എവിടെയും അലക്സാണ്ടറും സൈന്യവും അധികനാൾ തങ്ങിയില്ല. പടയോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. സിറിയയും ബാബിലോണും അസീറയുമെല്ലാം അലക്സാണ്ടറുടെ അധീനതയിലായി. ഗ്രീസ് ഇക്കാലത്ത് ഐശ്വര്യസമൃദ്ധമായിരുന്നു. പേർഷ്യയിൽ നിന്നും ലഭിച്ച ഭാരിച്ച സമ്പത്ത് അലക്സാണ്ടർ ഗ്രീസിലേക്ക് എത്തിച്ചിരുന്നു. മാസഡോണിയയിൽ നിന്നും അലക്സാണ്ടർ ആവശ്യപ്പെട്ടിരുന്നത് സൈനികരെ മാത്രമാണ്. സ്വന്തം സൈന്യത്തിൽ മാസഡോണിയക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നത് അലക്സാണ്ടറെ ആശങ്കയിലാഴ്ത്തി. അന്യദേശത്തെ സുക്കുന്ന രീതിയിലൂടെ ഒരു പ്രൊഫഷണൽ ആർമി രൂപപ്പെടുത്തിയെടുക്കാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞു. കുന്തം, അമ്പ്, വില്ല്, കവചങ്ങൾ, പരിചകൾ, ഏറുകുന്തം തുടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരെ പ്രത്യേകം സംഘങ്ങളായി തിരിച്ചാണ് സൈന്യത്തെ ക്രമീകരിച്ചത്. കാലാൾ പടയാണ് അലക്സാണ്ടറുടെ സൈന്യത്തിൻ്റെ നട്ടെല്ല്. വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കൂലിപ്പട്ടാളക്കാരും കാലാൾ പടയിലുണ്ടായിരുന്നു. കാലാൾ പടയെ ശക്തിപ്പെടുത്തുക,
കൊല്ലാനും ചാകാനും മടിയില്ലാത്തവരെ കാലാൾ പടയായി വാർത്തെടുക്കുക എന്ന ഫിലിപ്പിൻ ഇന്ത്യ ആക്രമിക്കും മുമ്പ് പേർഷ്യൻ ചക്രവർത്തി ദാരിയസ് മൂന്നാമനെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അദ്ദേഹം യുദ്ധക്കളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ജീവനോടെ പിടികൂടണം. BC 329 വസന്തകാലത്ത് അലക്സാണ്ടറും ഒരു സേനാനിരയും വടക്കൻ പർവ്വതനിരകൾ കടന്ന് ദാരിയസിനെ തേടി മുന്നേറ്റം ആരംഭിച്ചു. അലക്സാണ്ടറുടെ സേന തനിക്കു നേരെ വരുന്നുണ്ടെന്ന വിവരം ദാരിയസ് അറിഞ്ഞു. ഇതോടെ ദാരിയസ് കിഴക്കോട്ട് പലായനം ആരംഭിച്ചു. സ്വന്തം സൈന്യത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ദുർബലനായ ഒരാളാണ് ദാരിയസ്. അക്കാര്യം ദാരിയസിൻ്റെ സൈനികർക്കു തന്നെ അറിയാം. പരാജയപ്പെട്ട ചക്രവർത്തി എന്നാൽ ദാരിയസിനെ ജീവനോടെ പിടികൂടാൻ അലക്സാണ്ടർക്ക് കഴിഞ്ഞില്ല. അലക്സാണ്ടർ എത്തുന്നതിന് അല്പം മുമ്പ് ദാരിയസ് വധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. നൂറുകണക്കിന് നാഴികകൾ താണ്ടി അലക്സാണ്ടർ എത്തിയത് ദാരിയസിന്റെ മൃതദേഹം കാണാൻ വേണ്ടി അലക്സാണ്ടർ തൻ്റെ വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ദീർഘനാളായി അലക്സാണ്ടറെ നയിച്ചിരുന്ന ഒരു ലക്ഷ്യം ദാരിയസിനെ ജീവനോടെ പിടികൂടുക എന്നതായിരുന്നു. ആ ലക്ഷ്യം ഇപ്പോൾ നിരാശയിൽ അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി ഇന്ത്യയിലേക്ക് ചെന്നു പറ്റാനുള്ള മാർഗത്തെക്കുറിച്ച് അലക്സാണ്ടർ ആലോചന തുടങ്ങി. കിഴക്ക് മുഴുവൻ ഹെല്ലനിക്ക് സംസ്കാരം വ്യാപിപ്പിക്കുന്ന ഒരു കാലം അലക്സാണ്ടറുടെ സ്വപ്നമാണ്. ഇതിനിടയിലാണ് അലക്സാണ്ടർ ആ സത്യം അറിയുന്നത്. ബെസസ് എന്ന സൈന്യാധിപനായിരുന്നു ദാരിയസിന്റെ വധത്തിന് പിന്നിൽ. ദാരിയസിനെ വധിക്കുന്നതിലൂടെ പേർഷ്യ തനിക്ക് സ്വന്തമാകുമെന്ന് ബെസസ് കരുതി. അലക്സാണ്ടർ ഈ സമയം ബെസസിനു നേരെ തിരിഞ്ഞു. ദാരിയസിനെ ജീവനോടെ പിടികൂടാൻ കഴിയാതിരുന്നത് ബെസസിന്റെ ചതിപ്രയോഗം മൂലമാണെന്ന അറിവാണ് അലക്സാണ്ടറെ ബെസസിനെതിരെ പട നയിക്കാൻ പ്രേരിപ്പിച്ചത്. നേരിട്ട് ആക്രമിച്ച് അലക്സാണ്ടറെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബെസസ് മലമ്പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിയുദ്ധത്തിന് തയ്യാറെടുത്തു. ബെസസിനെതിരെ പട നയിച്ച അലക്സാണ്ടർക്ക് അയാളെ പിടികൂടാൻ പ്രയാസപ്പെടേണ്ടി വന്നില്ല. ബെസസിനെ പിടികൂടിയ അലക്സാണ്ടർ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു. BC 327 വസന്തകാലമായപ്പോഴേക്കും അലക്സാണ്ടറുടെ സാമ്രാജ്യം കാസ്പിയൻ കടലിൻ്റെ തെക്കൻ തീരങ്ങളും ബലൂചിസ്ഥാനും ബാക്ട്രിയയും സൊഗാഡിയയും ഗ്രീസും ഉൾപ്പെടെ അതിവിപുലമായി. അതുവരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം. പടയോട്ടങ്ങൾക്ക് അവധി കൊടുക്കാത്ത നായകനാണ് അലക്സാണ്ടർ. പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ പിടിച്ചടക്കി കഴിഞ്ഞു. അടുത്ത ലക്ഷ്യം ഇന്ത്യയാണ്. ആ പടയോട്ടത്തിന് സൈന്യം ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് അലക്സാണ്ടർ പ്രവേശിച്ചത് BC 326 34,000 പേരടങ്ങുന്ന കാലാൾപ്പടയും 7,000 സൈനികരടങ്ങുന്ന കുതിരപ്പടയും അലക്സാണ്ടറെ അനുഗമിച്ചു. സിന്ധു നദിക്കും ചലം നദിക്കും ഇടയിൽ കിടക്കുന്ന പ്രദേശമാണ് പൗരവന്മാരുടെ രാജ്യം. പുരുഷോത്തമാണ് പൗരവരാജ്യം ഭരിക്കുന്നത്. ഗ്രീക്കുകാർ പോറസ് എന്നാണ് പുരുഷോത്തമനെ വിളിച്ചിരുന്നത്. ഗ്രീക്കുകാർ ഹൈഡാസ്പസ് എന്ന് വിളിക്കുന്ന ചലം നദി ആ സമയം കുലം കുത്തി ഒഴുകുകയാണ്. മനുഷ്യർക്ക് അസാധ്യമെന്നു കരുതുന്ന ഒരു പ്രവൃത്തി ചെയ്യാനാണ് അലക്സാണ്ടർ ഒരുങ്ങിയത്. സൈനികരും മൃഗങ്ങളും ഭയന്നു. കുതിച്ചു വരുന്ന ജലത്തിനെതിരെ അലക്സാണ്ടർ ആദ്യം പുഴയിലിറങ്ങി. എന്നെ പിന്തുടരൂ എന്ന് സൈനികരോട് ആജ്ഞാപിച്ചു. അവർ അനുസരിച്ചു. അലക്സാണ്ടർ നദി കടന്ന വിവരം പോറസ് അറിയുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. പൗരവ സൈന്യത്തിലെ പകുതി പേരെയും അലക്സാണ്ടർ കൊന്നൊടുക്കി. പെട്ടെന്ന് തന്നെ പോറസ് ജാഗ്രത കൈവരിച്ച് ഗ്രീക്കുകാർക്ക് കേട്ടു കേൾവി പോലുമില്ലാത്ത ആയുധങ്ങൾ. പോറസിന്റെ ആനപ്പടയുടെ മുന്നിൽ അലക്സാണ്ടറുടെ കുതിരപ്പട പതറി.
പോറസിന്റെ പോരാട്ട വീര്യം അലക്സാണ്ടറിൽ മതിപ്പുളവാക്കി. ജീവിത ഉരുക്കിന്റെ പടച്ചട്ടയണിഞ്ഞ് കൂറ്റൻ ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യുന്ന പോറസിനെ ആക്രമിക്കുക എന്നത് തന്നെ പ്രയാസമാണ്. അലക്സാണ്ടറുടെ പ്രിയപ്പെട്ട കുതിര ബ്യൂസിഫാലസിന് ഗുരുതരമായി മുറിവുകളേറ്റിരുന്നു. പോറസ് തുടർന്നും യുദ്ധം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് അലക്സാണ്ടർക്ക് മനസ്സിലായി. ശരീരമാകെ മുറിവേറ്റ് അവശനെങ്കിലും പോറസ് പോരാട്ടം തുടർന്നു. ഒടുവിൽ ബോധരഹിതനായി പോറസ് ആനപ്പുറത്തു നിന്നും വീണു. പോറസ് മരിച്ചെന്ന് അലക്സാണ്ടർ കരുതി. അലക്സാണ്ടർക്ക് 1000 സൈനികർ നഷ്ടപ്പെട്ടു. പോറസിന് അതിൻ്റെ ഇരട്ടിയും. യുദ്ധത്തിനിടയിൽ ബ്യൂസിഫാലസ് കൊല്ലപ്പെട്ടു. 20-ലധികം വർഷം തൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി കൂടെയുള്ള ബ്യൂസിഫാലസിൻ്റെ മരണം അലക്സാണ്ടറെ ആഴത്തിൽ സ്പർശിച്ചു. പോറസ് കീഴടങ്ങിയെന്ന് പറയാനാവില്ല. എന്നാൽ പോറസുമായി വീണ്ടും യുദ്ധം ചെയ്യാൻ അലക്സാണ്ടർ ആഗ്രഹിച്ചതുമില്ല. യുദ്ധം നീണ്ടുപോയാൽ സമീപ പ്രദേശമായ മഗധ അലക്സാണ്ടർക്കെതിരെ പട നയിക്കും. 2,00,000 കാലാൾപ്പടയും 8,000 യുദ്ധരഥങ്ങളും 6,000 വരുന്ന ആനപ്പടയുമെല്ലാമുള്ള മഗധയുടെ സൈന്യത്തെ നേരിടാൻ പ്രയാസമാണ്. വലിയൊരു സൈന്യത്തെ പ്രകൃതിയുടെ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്ത് യുദ്ധക്കളത്തിലെത്തിച്ച അലക്സാണ്ടറുടെ നേതൃപാടവം ഇന്ത്യൻ ആക്രമണത്തോടെ തെളിഞ്ഞു. ഒരു മനുഷ്യനുണ്ടാകാവുന്നതിൻ്റെ അങ്ങേയറ്റമായിരുന്നു ആ ധൈര്യവും ആത്മവിശ്വാസവും. യുദ്ധങ്ങളിൽ പരുക്കുകളേറ്റ ശരീരവുമായി അലക്സാണ്ടർ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകാനൊരുങ്ങുകയാണ് അടുത്ത പടയോട്ടത്തിനു വേണ്ടി. ദേഹം മുഴുവൻ കീറിപ്പൊളിഞ്ഞ നിലയിലാണ് ആ സമയം അലക്സാണ്ടർ. എന്നാൽ മനസ്സപ്പോഴും ഏതു വലിയ യുദ്ധവും നയിക്കാനുള്ള സന്നദ്ധയിലാണ്. പടയാളികളാവട്ടെ കടുത്ത ദുഃഖവും നിരാശയും കൊണ്ട് യുദ്ധവിമുഖരായ നിലയിൽ തുടരുന്നു. ഇന്ത്യയിൽ നിന്നുമുള്ള അലക്സാണ്ടറുടെ മടക്കയാത്ര ദുരിതപൂർണമായിരുന്നു. പട്ടിണിയും രോഗങ്ങളും സൈന്യത്തെ വലച്ചു. ഗംഭീരനായ പട്ടാള നേതാവല്ല, മറിച്ച് നയതന്ത്രജ്ഞനും സംഘാടകനുമാണ് ഹെഫേഷ്യൻ. അലക്സാണ്ടറുടെ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ കരുത്തൻ. ഹെഫേഷ്യൻ ഇല്ലാത്ത ഒരവസ്ഥ അലക്സാണ്ടർക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. BC 324 എക്ബത്താനയിൽ വെച്ച് ഹെഫേഷ്യൻ മരിച്ചു. BC 323 ഏപ്രിൽ മാസത്തിൽ അലക്സാണ്ടർ ബാബിലോണിയയിലേക്ക് മടങ്ങി. തൻ്റെ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം ബാബിലോണിയയിൽ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇങ്ങനെ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ BC 323 വേനൽക്കാലത്ത് അലക്സാണ്ടർക്ക് രോഗം പിടിപെട്ടു. ഭിഷഗ്വരന്മാർക്ക് അദ്ദേഹത്തിൻ്റെ രോഗം എന്താണെന്ന് കണ്ടെത്താനായില്ല. 10 ദിവസം അദ്ദേഹം രോഗശയ്യയിൽ കിടന്നു. അപ്രതീക്ഷിതമായി ആ നിമിഷമെത്തി. BC 323 ജൂൺ 10-ാം തീയതി അലക്സാണ്ടർ എന്ന മഹാനായ യോദ്ധാവ്, മഹാനായ ചക്രവർത്തി അന്ത്യശ്വാസം വലിച്ചു. 32-ാമത്തെ വയസ്സിൽ അലക്സാണ്ടറുടെ പടപ്പാളയം മൂകമായി. 32 വർഷമാണ് അലക്സാണ്ടർ ഈ ഭൂമുഖത്ത് ജീവിച്ചത്. ലോകത്ത് അതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്രാജ്യം അദ്ദേഹം സ്ഥാപിച്ചു. ഏറ്റവും ദുർഗമമായ മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് നാഴികകൾ പടയോട്ടം നടത്തി. സമുദ്രങ്ങളും പർവ്വതങ്ങളും മരുഭൂമികളും അലക്സാണ്ടർക്ക് വഴിമാറി. അസാധ്യമായതൊന്നും അലക്സാണ്ടറുടെ നിഘണ്ടുവിലുണ്ടായിരുന്നില്ല. സ്വന്തം പടയാളികളുടെ സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ച് അവരോടൊപ്പം അലക്സാണ്ടർ താമസിച്ചു, പട നയിച്ചു. 32 വയസ്സിനുള്ളിൽ 20 വൻ യുദ്ധങ്ങൾ അലക്സാണ്ടർ നടത്തി. എല്ലാ യുദ്ധങ്ങളിലും ജയിച്ചു. പരാജിതനായി തലകുനിക്കേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ടായിട്ടില്ല.
സ്വർണത്തിൻ്റെ പേടകത്തിലാണ് അലക്സാണ്ടറുടെ ദേഹം അടക്കം ചെയ്തത്. എവിടെ ഒരു കുതിരയുടെ രൂപം തെളിയുമ്പോഴും അതിനു മുകളിൽ ഏതൊരാളും അലക്സാണ്ടറെ കൂടി കാണുന്നു. ഇച്ഛാശക്തിക്കും ധീരതയ്ക്കും മനുഷ്യൻ്റെ അടങ്ങാത്ത സാഹസികതയ്ക്കും ലോകം ശിരസിലേറ്റുന്ന നാമമാണ് അലക്സാണ്ടർ ദി ഗ്രേറ്റ്. മഹത്വത്തിന് പല മാനങ്ങളുമുണ്ട്. അതിലൊന്നാണ് മഹാനായ അലക്സാണ്ടർ.